നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകണോ, അതോ നിങ്ങൾ അങ്ങോട്ട് പോകാതെ തന്നെ അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമോ? ഈ ഒരു കാര്യമാണ് ഇന്നിവിടെ അറിയാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരം നിങ്ങൾക്ക് അറിയണം. എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള പ്രശ്നം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ളൊരു പരിഹാരം മാത്രം ചെയ്താൽ മതിയാവും. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. സൊല്യൂഷൻസ് മാത്രം എടുത്താൽ മതിയാവും. ഒരു കാര്യം പറയട്ടെ, ബ്രേസ്ലെറ്റിൻ്റെ കൂടെ എന്താണോ നിങ്ങൾക്ക് തരുന്നത് അത് കൃത്യമായിട്ട് ചെയ്യണം. ഇന്നലെ ഒരു ക്ലയൻറ്റിൻ്റെ റിസൾട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് ഓൾമോസ്റ്റ് അവർ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്ലോക്കിലൊക്കെ ആയിട്ട് 1.5 മാസത്തിലേറെയായി. ആ കൊടുത്ത കാര്യം ചെയ്ത മണിക്കൂറുകൾക്കുള്ളിലാണ് ആ ബ്ലോക്ക് മാറ്റിയിട്ട് പിന്നെയും കോണ്ടാക്റ്റിലായി റീയൂണിയൻ സംഭവിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് പറയുന്ന കാര്യം പറയുന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ബ്രേസ്ലെറ്റ് വാങ്ങിച്ചാൽ മതി കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ശരിക്കും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. കാരണം നിങ്ങളുടെ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവാം, മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആരെങ്കിലും വഴിയോ. പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു പോസിറ്റീവ് റിപ്ലൈ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കൺഫ്യൂഷനാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോയിൽ കാണുന്നുണ്ട്. നിങ്ങൾ അതിനകത്തുനിന്നെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പം നിങ്ങളെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിനെ തന്നെ ഒരു വിശ്വസിക്കാത്തൊരവസ്ഥയായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്നാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് കയറി കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു തരുന്നൊരു അവയർനെസ് ആയിട്ട് തന്നെ കണക്കാക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, പോസിറ്റീവ് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വ്യക്തിയെ അവർ വരുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കാനിരുന്നു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഇവിടെ പിന്നെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്. റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തണം എന്നുള്ള ഡിസിഷൻ അല്ല, നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ അവരെ പറ്റി തിരക്കണം, അവരെ ഇനി ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് നല്ല രീതിയിൽ ആലോചിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു, ഇനി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ അവസ്ഥ കണ്ടറിഞ്ഞ് നിങ്ങളുടെ കാര്യമെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് യൂണിവേഴ്സിനറിയാം. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചു തരും. നിങ്ങളിനി മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അത് സഹായ രൂപത്തിലാണെങ്കിലോ മറ്റെന്ത് രൂപത്തിലാണെങ്കിലോ. ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഈ സാക്രിഫൈസും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ഒരു പുതിയ ചാപ്റ്റർ തുറക്കാനുള്ളൊരു ടൈമായി എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. കുറേ പേർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നതായിട്ട് കാണുന്നുണ്ട്.
അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ, മറ്റാരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനമാവട്ടെ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാവട്ടെ, നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോകണം, അല്ലെങ്കിൽ വേറൊരു നാട്ടിലേക്കൊക്കെ ഒന്ന് പോകണം, അവിടെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യണം, കരിയർ സ്റ്റാർട്ടപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ആ ഒരു ചേഞ്ച്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നാൽ ആ ഒരു ചേഞ്ച് വളരെ അത്യാവശ്യമാണ്. നിങ്ങളത് ചൂസ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് സിറ്റുവേഷൻസ് വേഴ്സ് ആക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ടൊരു ഡിസിഷൻ എടുക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും വന്ന് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അവരിപ്പോൾ നിങ്ങളോട്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നിങ്ങളത് വേണോ വേണ്ടായോ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ച് അത് ഓവർ തിങ്ക് ചെയ്ത് വേണ്ടാത്ത, അതായത് നിങ്ങൾക്ക് എതിരെയുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്ന, നിങ്ങൾക്ക് നല്ല കാര്യം ലൈഫിൽ കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിനും വരുവാണെങ്കിൽ നിങ്ങൾ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കുക എന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരൊറ്റ തീരുമാനം മതി നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാൻ. ഇപ്പോഴത്തെ ആ ഒരു ഇരുണ്ട എന്താ പറയുക, ഒരു കളർഫുൾ അല്ലാത്ത ഒരു ലൈഫിനെ കളർഫുൾ ആക്കാൻ നിങ്ങളുടെ ഒരൊറ്റ തീരുമാനം മതി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അടുത്തത് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിയെ ചേസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതിന് ശേഷം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടായി, നല്ല കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായി. പക്ഷെ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ ഒരു വ്യക്തി പോയല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് വന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സന്തോഷം പോലും കണ്ടെത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ഥാനം കൊടുത്തിരിക്കുന്ന മുഴുവനും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളുടെ ടൈം അപഹരിച്ചെടുക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങളുടെ ലൈഫിലൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ആ ഒരു വിഡ്ഢിത്തരം കാണിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പലതവണ നിങ്ങൾക്ക് യൂണിവേഴ്സ് വാർണിംഗ് തന്നിട്ടുണ്ട്, അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചില വാർണിങ്സ് ആൻഡ് സൈൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാതെ നിങ്ങൾ ആ ഒരു താൽക്കാലിക കംഫർട്ടബിളിന് വേണ്ടിയിട്ട് അതൊക്കെ കണ്ടില്ല എന്നടിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനുമായിട്ടൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും. പിന്നെയും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ്, ഇവരിൽ നിന്ന് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ലൈഫിൽ സ്ഥാനം കൊടുത്തത്, അവരിൽ നിന്ന് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തൂ, നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യൂ. നിങ്ങൾ വൺസ് അതിനൊരു തീരുമാനം എടുത്തിട്ട് ഒന്ന് പുറത്തിറങ്ങി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ലൈഫിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ ലൈഫ് അതിമനോഹരമാക്കാനുള്ള, കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കത് കാണാൻ തന്നെ സാധിക്കും. നിങ്ങളിങ്ങനെ അടച്ചു മൂടി ഒറ്റപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട് അടച്ചു മൂടി ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നെഗറ്റീവിനെ ഇൻവൈറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മുമ്പിൽ, പുറത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ ഒരിടത്ത് പോയി കുത്തിയിരിക്കുക, ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ചിന്തിക്കുക, ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി സമയം കളയുക, സ്വന്തം ജീവിതം നശിപ്പിക്കുക. ഇങ്ങനത്തെ അവസ്ഥ ഇനി ഉണ്ടാവരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിങ്ങളുടെ ലൈഫിൽ തിരഞ്ഞെടുക്കുന്ന കുറേ വ്യക്തികളുണ്ടല്ലോ, അവർ തന്നെയാണ് നിങ്ങൾക്ക് എതിരെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? ഇനിയെങ്കിലും ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ചൂസ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകണ്ട, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരുമോ എന്ന് നമുക്ക് നോക്കാം.
ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു റീയൂണിയനാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ വ്യക്തി വരുന്നത് നോക്കി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ അർത്ഥം എപ്പോഴും നിങ്ങൾ ഫോൺ എടുത്ത് നോക്കണമെന്നോ അവരുടെ കോള് വരുന്നത് നോക്കണമെന്നോ അല്ലെങ്കിൽ ആരുടെടുത്തും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള കാര്യം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി തിരക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അതാണ് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ കാല് പിടിക്കുന്ന അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. അത് വെറും രീതിയിലുള്ളൊരു കാലുപിടുത്തം അല്ല കാണുന്നത്. അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് 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 കാല് പിടിക്കുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാളും നിങ്ങളെ കരയിച്ച് നേടിയെടുത്ത വിജയം എല്ലാം ഒരു നിമിഷം കൊണ്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ലാണ്ടാവാൻ പോകുന്നത്. അവരുടെ ലൈഫിലൊരു സ്റ്റേജ് വരും. ഈ ആൾക്കാരെ മുഴുവനും ഇവരുടെ എതിരാക്കിയതിന് ശേഷം അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരെയും ദുഃഖത്തിൽ ആക്കിയിട്ട് ഇവർക്ക് എന്ത് നേടി എന്നുള്ള ഒരു ചിന്ത ഇവരെ ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാവാം, അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കല്യാണത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയോ ആ ഒരു കല്യാണം മുടങ്ങിപ്പോയി. കുറേ പേരുടെ കല്യാണം നടന്നിട്ടില്ല, ദാമ്പത്യ ജീവിതം നശിച്ചുപോയി. അതിന് പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് പല ആൾക്കാർക്കും ഒന്ന് കാരണമായത്. നിങ്ങളുടെ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളിൽ നിന്നും അകറ്റി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മാനസിക നില അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ വേറൊരാൾക്ക് എത്രയൊക്കെ പറഞ്ഞാലും അത് മാറ്റാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. തെറ്റായിട്ടുള്ളൊരു കാര്യത്തിനാണ് ഉപദേശം വേണ്ടത്. അപ്പോൾ നല്ല കാര്യമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെന്നുള്ളത് നല്ല കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇല്ലാണ്ടാക്കി അതിനെ അപകരിച്ചുകൊണ്ട് പോകാനാണ് ഈ ഒരു തേർഡ് പാർട്ടി, ഒരു എക്സ്റ്റേണൽ ഫാക്ടറായ ഡബിൾ എനർജീസ് മാക്സിമം ട്രൈ ചെയ്തത്. നിങ്ങളുടെ അടുത്തുള്ള വികാരം, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള വികാരം സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവരെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ അതായത് ഈ തേർഡ് പാർട്ടിയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലായിരുന്നു. ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, ആരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു സങ്കടം പറഞ്ഞാലോ ഹെൽപ്പ് ചോദിച്ചാലോ നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കും. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. എന്നിട്ട് എന്തുണ്ടായി? നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ആ ഒരു വിശ്വാസത്തെ ഉപയോഗിച്ച് നല്ല രീതിയിൽ പറ്റിച്ചില്ലേ, നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടില്ലേ? പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിൻ്റെ ഇവിടെ പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടുണ്ട്. കുറേ പേരും വിചാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്തപ്പോൾ നിങ്ങളുടെയൊരു വിചാരം ഉണ്ടായിരുന്നു അത് തിരിച്ചു കിട്ടണമെന്ന് കരുതിയിട്ടല്ല നിങ്ങൾ ആ സാമ്പത്തിക സഹായം ചെയ്തത്. മനുഷ്യരല്ലേ, നിങ്ങൾക്ക് തിരിച്ചൊരു നന്ദി, സ്നേഹം, ആ ഒരു നന്ദി സ്നേഹത്തിൻ്റെ രീതിയിൽ കിട്ടും എന്ന് കരുതി ഒരുപാട് ആൾക്കാരും പറയും നിങ്ങളൊരാൾക്ക് സഹായം ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുതെന്ന്. പക്ഷെ മനുഷ്യരായതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മളൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു നന്ദിയോ അല്ലെങ്കിൽ സ്നേഹവും പ്രതീക്ഷിക്കും. അവരൊരിക്കലും നമ്മളെ തള്ളിപ്പറയില്ല എന്ന് വിശ്വസിക്കും. എന്ത് വന്നാലും എന്ത് സാഹചര്യം വന്നാലും നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കും, നമ്മൾ വിശ്വസിക്കും. മറ്റൊരാൾ നിങ്ങളുടെ വ്യക്തിയെ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ പറഞ്ഞാലും അവരത് വിശ്വസിക്കത്തില്ല എന്ന് കരുതി നമ്മൾ പല രീതിയിലും അവരെ വിശ്വസിക്കും. നമ്മളുടെ കൂടെ മരണം വരെ അവർ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കും. ആ ഒരു വിശ്വാസമാണ് നിങ്ങൾക്കും പറ്റിയത്. ആ ഒരു വിശ്വാസം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വിശ്വാസം നിങ്ങളുടെ വ്യക്തി നശിപ്പിച്ചതായിട്ടാണ്. നിങ്ങളിലേക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. നിങ്ങൾ ആരുടെയും പിന്നാലെ പോയി നിങ്ങൾ നാണം കെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ തിരിച്ചറിയൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പല തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ട്, ശക്തിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം വൺസ് നിങ്ങൾ മൂവ് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രകൃതക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രകൃതക്കാരി അല്ല.
ആ ഒരു ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആ ഒരു ലോകവും നിങ്ങളുടെ വ്യക്തിയിൽ അർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അതെങ്ങനെ തിരിച്ചറിയും? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മൂവ് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. നിങ്ങളുടെ കംഫർട്ടബിൾ മാത്രം നോക്കുക. നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രശ്നമായതിനു ശേഷം കുറച്ച് പേരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്, യഥാർത്ഥത്തിൽ അതൊരു സന്തോഷം അല്ലായിരുന്നു. നിങ്ങൾ എന്നാണ് മൂവ് ഓൺ ആവുന്നത് അന്നാണ് നിങ്ങളുടെ ലൈഫിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും വരാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആ ഒരു ചുറ്റിനും ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു സറൗണ്ടിങ്സ് പോസിറ്റീവാക്കി മാറ്റുക. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ തുടച്ചു നീക്കുക. അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കുറേ ചതിവ് വന്നിട്ടുണ്ട്, അതൊരു നെഗറ്റീവ് ഊർജ്ജമാണ്. അത് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. അവരുടെ കെട്ട ചിന്തകൾ അതും നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് ഊർജ്ജത്തെ ക്യാരി ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു തേർഡ് പാർട്ടിയുടെയും കൂടെ നെഗറ്റീവ് ഊർജ്ജത്തെ ക്യാരി ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ഇരുണ്ടതാക്കി നിങ്ങൾ തന്നെ മാറ്റി. ഇവിടെ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ വ്യക്തിയുടെ മെൻ്റൽ സ്റ്റേറ്റ് നല്ല സ്ട്രോങ് ആയിരുന്നെങ്കിൽ, അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇമോഷൻസ് സ്ട്രോങ് ആയിരുന്നെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നും പറിച്ചെടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഇവിടെ ഒരുപാട് പേരുടെ എനർജീസ് കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇമോഷൻസ് സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ഇമോഷൻസ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. നിങ്ങൾ കരുതുന്ന പോലെ സ്ട്രോങ് അല്ലായിരുന്നു. ഇവിടെ ശരിക്കും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ബ്ലാക്ക് മാജിക് ചെയ്തു, ഉള്ളിൽ എന്തൊക്കെയോ കൊടുത്തു. കൊടുത്തതിന് ശേഷം നിങ്ങളെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറയാൻ തുടങ്ങി. നെഗറ്റീവ് പറയുന്നത് ഇൻഡയറക്റ്റ്ലിയാണ് അവർ പറഞ്ഞത്. കാരണം ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു തേർഡ് പാർട്ടി ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് കളിച്ചത്. കാരണം ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി ഓൾറെഡി ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് സ്വന്തമായിട്ട് ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിച്ച്, എന്നിട്ട് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തൊക്കെയാണോ കേട്ടത്, പിന്നെ എങ്ങനെയാണോ നിങ്ങളിലേക്ക് റിയാക്ട് ചെയ്യാൻ അവർക്ക് തോന്നിയത്, അതെല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് ദേഷ്യമായിട്ടും ടോർച്ചറിങ് ആയിട്ടും പ്രകടിപ്പിച്ചു. ഇതാണ് ആക്ച്വലി ലൈഫിൽ സംഭവിച്ചത്. തേർഡ് പാർട്ടി അവരിലേക്ക് ആകർഷിപ്പിച്ചു. നിങ്ങളിലില്ലാത്ത എന്തോ തേർഡ് പാർട്ടിയിൽ ഉണ്ട് എന്ന് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിപ്പിച്ചു. ഇതിനൊക്കെ നിങ്ങളുടെ വ്യക്തി നിന്നു കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടായത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ അവർ ടൈം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാര്യം ഉണ്ടാവത്തില്ലായിരുന്നു. പിന്നെ നിങ്ങളെപ്പോഴും വിചാരിക്കുന്നുണ്ടല്ലോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ മാറ്റിയെന്ന്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് നിങ്ങളുടെ വ്യക്തിയും കൂടെ വളം വെച്ച് കൊടുത്തിട്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയുക. ചില നിരപരാധിയായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ മനോനില തെറ്റിപ്പോവും ഇതുപോലുള്ള ബ്ലാക്ക് മാജിക് എനർജി വന്നു കഴിഞ്ഞാൽ. ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടിക്ക് സ്ഥാനം കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം കൊടുത്തത് ആരാണോ അവരെയാണ് കുറ്റം പറയേണ്ടത്. കാരണം അവരിങ്ങനത്തെ എനർജീസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തി ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളതിനകത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളും അത് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോവുക. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും. നിങ്ങൾ അങ്ങോട്ട് പിന്നാലെ പോയി നിങ്ങളുടെ ഭാഗം ക്ലാരിറ്റി കൊടുത്ത് അങ്ങോട്ട് പോയി കാല് പിടിച്ച് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് വെച്ചാൽ അവർ തിരിച്ചു വരും. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കുക. നിങ്ങളുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ലൈഫിലേക്ക് സ്വീകരിക്കുക. അതിനെ തള്ളിക്കളയാതിരിക്കുക. കാരണം എപ്പോഴും മനസ്സിലാക്കുക, ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഒറ്റത്തവണ വരൂ.
അത് വന്നു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. അതിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇതുപോലുള്ള ആൾക്കാർ കാരണം നിങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും നശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് കുറേ കാലം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവർ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് എത്രയാണോ നശിച്ചു പോയത്, അതായത് നിങ്ങളുടെ സമയം എത്രയാണോ അവർ അപഹരിച്ചെടുത്തത്, അവരുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവരുടെ ജീവിതകാലം മുഴുവനും നശിച്ച് നാറാണക്കല്ലാവും. അന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവർക്ക് വെറും ഒരു വേസ്റ്റായിരിക്കും. ജീവിക്കുന്നത് എന്തിനാണ് എന്ന് കരുതിയിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാവും. മരണത്തിനും വേണ്ട, ജീവിതത്തിനും വേണ്ട എന്നൊക്കെ ഉള്ളൊരവസ്ഥയിൽ കൂടിയായിരിക്കും അവരിങ്ങനെ ഒരു ജീവശവം പോലെ ഇരിക്കേണ്ടി വരിക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് സെൽഫായിട്ട് ഹീല് ചെയ്യണം. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിഷമത്തിനെ ഹീല് ചെയ്യണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സൊല്യൂഷൻ ചെയ്ത് തരുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും കയ്യിൽ ധരിക്കാനുള്ള ബ്രേസ്ലെറ്റിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ബ്രേസ്ലെറ്റ് നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് നിങ്ങൾക്കായിട്ട് മാത്രം തയ്യാറാക്കി തരുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു സെയിം പ്രശ്നം വേറൊരാൾക്കുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം ബ്രേസ്ലെറ്റ് തന്നെ മറ്റൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് തയ്യാറാക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യം, ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, കരിയർ ബ്ലോക്കേജിനുള്ള ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, നെഗറ്റീവ് എനർജി, കണ്ണേറ്, ശത്രുദോഷം, ബ്ലാക്ക് മാജിക് എനർജി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്, ഇതെല്ലാമാണ് ചെയ്തു തരുന്നത്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.